വെരി ഗുഡ് മോർണിംഗ്. ബികോം സെക്കൻഡ് സെമസ്റ്റർ മൈനർ പേപ്പറായിട്ടുള്ള ലീഡർഷിപ്പ് ആൻഡ് ടീം ബിൽഡിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഭാഗം ലീഡർഷിപ്പ് തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ സെഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ്, അതുപോലെ തന്നെ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ലീഡർഷിപ്പിലുള്ള ഇമ്പോർട്ടൻസ്, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഓരോ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഓക്കെ. ഏറ്റവും ഷോർട്ടായിട്ടുള്ള രീതിയിലാണ് നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈല് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പാണ്. എന്താണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്? ലീഡർ ഇൻവോൾവ്സ് ടീം മെമ്പേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിങ്ങിൽ ടീം മെമ്പേഴ്സിനെ ലീഡേഴ്സ് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡിസിഷൻസ് എടുക്കാൻ ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒപ്പീനിയൻസ്, അവരുടെ അടുത്ത് നിന്ന് ഐഡിയ ഒക്കെ ചോദിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഒരു ഡിസിഷൻസ് ഇവിടെ എടുക്കുന്നത്. സോ ഡിസിഷൻ മേക്കിങ്ങിൽ ടീം മെമ്പേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷന് ഉൾപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ദ ലീഡർ ലിസൺ ടു ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ് ആൻഡ് എൻകറേജ് കൊളാബറേഷൻ. ടീം മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്ന് ഐഡിയകൾ, ഒപ്പീനിയൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ആ ഒരു കൊളാബറേഷന് എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ടീം മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അവർക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിൽ ടീം മെമ്പേഴ്സിനെ പരിഗണിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, എൻകറേജ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ടീം ഇൻപുട്ട്. ഓക്കെ, എല്ലാവരും പാർട്ടിസിപ്പേഷൻസും ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്തു നിന്നുള്ള ഒപ്പീനിയൻസ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിന് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻസ്, ഒപ്പീനിയൻസ് ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ഡിസിഷൻസ് മെയ്ഡ് വിത്ത് ഇൻപുട്ട് ഫ്രം എവറി വൺ. എല്ലാവരുടെ അടുത്തു നിന്നും ഒപ്പീനിയൻസ് എടുത്തിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത്. ദെൻ ഫോക്കസ് ഓൺ കൊളാബറേഷൻ ആൻഡ് ഷെയറിങ് റെസ്പോൺസിബിലിറ്റി. ഇവിടെ ഒരു കൊളാബറേഷന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട്, അതിലൂടെ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് എടുക്കുന്നത്. ആൻഡ് ഷെയറിങ് റെസ്പോൺസിബിലിറ്റി, ഇവിടെ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്തിൻ്റെ അഡ്വാൻറ്റേജാണ്, ഡെമോക്രാറ്റിക് ലീഡർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ബിൽഡ് ട്രസ്റ്റ് ആൻഡ് മൊറൈൽ അമംഗ് ദി ടീം. ടീമിൻ്റെ ഇടയിൽ, ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ അവിടെ ട്രസ്റ്റും അതുപോലെ തന്നെ മൊറൈലും ബിൽഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻകറേജ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഇവിടെ ക്രിയേറ്റിവിറ്റിക്കും ഇന്നോവേഷനും എൻകറേജ് ചെയ്യുന്നുണ്ട്. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ്, സൊല്യൂഷൻസ് എംപ്ലോയീസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒപ്പീനിയൻസ് എടുക്കുന്നതിലൂടെ അത് റേസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ലീഡ് ടു എൻകറേജ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. നെക്സ്റ്റ്, ടീം മെമ്പർ ഫീൽ വാല്യൂഡ് ആൻഡ് ഇൻവോൾവ്ഡ്. ടീം മെമ്പേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേഷന് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൽ അവരെ ഇൻവോൾവ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരു വാല്യൂ അവർക്ക് ഫീൽ ചെയ്യും. ഞങ്ങളെയും പരിഗണിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഫീല് അവർക്കുണ്ടാവും, ഞങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്നുള്ള. സോ അവർ ആ ടീമിൻ്റെ ഭാഗമാവും. ദെൻ നമുക്കതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, മോർ ടൈം ടു മേക്ക് ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമാവും. കാരണം എല്ലാവരുടെ അടുത്തു നിന്നും ഒപ്പീനിയൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അവർക്ക് ഏറ്റവും ഫേവറായിട്ടുള്ള രീതിയിൽ ഡിസിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ടേക്ക് മോർ ടൈം. ദെൻ മേ നോട്ട് വർക്ക് വെൽ ഇൻ അർജൻറ്റ് സിറ്റുവേഷൻ. ഓർഗനൈസേഷൻ്റെ കേസിൽ നല്ല അർജൻറ്റായിട്ടുള്ള എമർജൻസി സിറ്റുവേഷനിൽ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് പോസിബിൾ ആവണം എന്നില്ല. കാരണം എല്ലാവരുടെ അടുത്തു നിന്ന് ഒപ്പീനിയൻസ്, എല്ലാവരെയും ഫേവറൊക്കെ നോക്കിയിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കേണ്ട അവസ്ഥ വരും. സോ അവിടെ ലാഗ് ഉണ്ടാകും. അർജൻറ്റ് സിറ്റുവേഷനിൽ ഇത് സ്യൂട്ടബിൾ ആവണം എന്നില്ല. ഇതാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്. നെക്സ്റ്റ്, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. ആ ഒരു ടെർമിനോളജി പറയുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാകും. ഓട്ടോക്രാറ്റിക്, വേർ ദി ലീഡർ മേക്സ് ഡിസിഷൻ അലോൺ. ലീഡർ സ്വന്തമായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇവിടെ ഡിസിഷൻസ് എടുക്കുക. നമുക്ക് ഇവിടെ പാർട്ടിസിപ്പേഷനോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ലീഡർക്ക് തോന്നിയ മാതിരി ഡിസിഷൻസ് എടുക്കും ഇവിടെ. ഓക്കെ, വിത്തൗട്ട് ഇൻപുട്ട് ഫ്രം ദി ടീമിൻ്റെ അടുത്തുനിന്ന് ഇൻപുട്ടൊന്നും ഇവിടെ എടുക്കില്ല. ലീഡർ സ്വന്തമായിട്ടായിരിക്കും ഇവിടെ തീരുമാനം എടുക്കുക. ദ ലീഡർ ഹാസ് ഫുൾ കൺട്രോൾ ഓവർ ദി ഡിസിഷൻ ആൻഡ് ടാസ്ക്. ആ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഡിസിഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫുൾ കൺട്രോൾ ലീഡർക്കായിരിക്കും ഉണ്ടാവുക. ഇവിടെ ലീഡർ സ്വന്തമായിട്ടായിരിക്കും ഡിസിഷൻസ് എടുക്കുക. ഓക്കെ, അതിനെയാണ് ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്ന്
ഒപ്പീനിയൻസോ ഐഡിയാസോ ഒന്നും ഇവിടെ കളക്ട് ചെയ്യില്ല. ലീഡർക്ക് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും അവിടെ തീരുമാനം എടുക്കുന്നത്. നമുക്ക് ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ലീഡർ മേക്ക് ഡിസിഷൻ വിത്തൗട്ട് കൺസൾട്ടിങ് അതേഴ്സ്. അപ്പോൾ ലീഡർ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുകയാണ്. സോ വിത്തൗട്ട് കൺസൾട്ടിങ് അതേഴ്സ്, മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കൺസൾട്ടിങ് കൂടാതെയാണ് അവിടെ ലീഡർ ഡിസിഷൻസ് എടുക്കുന്നത്. ദെൻ സ്ട്രോങ് കൺട്രോൾ ആൻഡ് അതോറിറ്റി. ഓക്കെ, ലീഡർ ആ സ്ട്രോങ് കൺട്രോൾ ഉണ്ടാവും, ഒരു പവർ ഉണ്ടാവും, അതുപോലെ തന്നെ അതോറിറ്റി. ദെൻ ലിറ്റിൽ ടു നോ ഇൻപുട്ട് ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരിക്കലും ഒപ്പീനിയൻസോ ഇൻപുട്ടോ ഒന്നും കളക്ട് ചെയ്യുന്നില്ല. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, അല്ല പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. കാരണം മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഒപ്പീനിയൻസ് ഒന്നും സ്വീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് അവിടെ വേറെ പ്രശ്നമൊന്നും വരുന്നില്ല, ടൈം ഗ്യാപ്പ് ഉണ്ടാവില്ല. പിന്നെ ക്ലിയർ ഡിസിഷൻ ആൻഡ് കൺട്രോൾ, അല്ല ലീഡർ കറക്റ്റായിട്ട് ഡിസിഷൻസ് എടുക്കും. അതുപോലെ തന്നെ ഓവറോൾ ടീമിൻ്റെ മേലെ ആ ഡിസിഷൻ എന്ത് ചെയ്യും, അടിച്ചേൽപ്പിക്കാനും പറ്റും. സോ അവിടെ കൺട്രോൾ ഉണ്ടാവും. പിന്നെ എഫക്റ്റീവ് ഇൻ എമർജൻസീസ്, അല്ല എമർജൻസി സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഹൈ പ്രഷർ സിറ്റുവേഷനിൽ ഇതായിരിക്കും ഏറ്റവും പോസിബിളായിട്ട് വരുന്നത്, എഫക്റ്റീവാണ്. കാരണം ഒപ്പീനിയൻസൊക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് മേ ബി ടേക്ക് മോർ ടൈം. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, അല്ലേ, ലീഡ് ടു ലോ മൊറൈൽ ആൻഡ് ഡിസാറ്റിസ്ഫാക്ഷൻ. ലോ മൊറൈൽ, ആ ഒരു മൊറാലിറ്റിയുടെ കുറവുണ്ട്. അതുപോലെ തന്നെ ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ അറൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദെൻ ടീം ക്രിയേറ്റിവിറ്റി ഇൻപുട്ടൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ വരൽ കുറവായിരിക്കും. കാരണം ലീഡറിൻ്റെ ആ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും എടുക്കുന്നത്. ദെൻ നെക്സ്റ്റ്, ടീം മെമ്പേഴ്സ് മേ ഫീൽ അണ്ടർ വാല്യൂഡ്. ടീം മെമ്പേഴ്സിന് അവരെ പരിഗണിച്ചിട്ടില്ല. സോ ആ ഒരു അണ്ടർ വാല്യൂ ഫീലിംഗ് ഉണ്ടാവും. സോ ഇതാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. നമ്മൾ ഡെമോക്രാറ്റിക് പറഞ്ഞു, ഡിസിഷൻ മേക്കിങ്ങിൽ ടീം മെമ്പേഴ്സിനെ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്. ഓട്ടോക്രാറ്റിക്കിൽ അങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല, ലീഡർ സ്വന്തമായിട്ടായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റൈൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ലേസർ ഫെയർ ലീഡർഷിപ്പ് എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റൈൽ, അല്ലെങ്കിൽ ഫ്രീ റെയിൻ ലീഡർഷിപ്പ് എന്ന് പറയാറുണ്ട്. ലേസർ ഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഡിസിഷൻസ് എടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ബേസ്ഡ് ഓൺ ആക്ഷനും എന്താണ് കംപ്ലീറ്റ് ഫ്രീഡം ടീം മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ലേസർ ഫെയർ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞത്. ലേസർ ഫെയർ ലീഡർഷിപ്പ് ഈസ് ഹാൻഡ്സ് ഓഫ് സ്റ്റൈൽ ബട്ട് ദ ലീഡർ ഗിവ് ടീം മെമ്പേഴ്സ് എ ലോട്ട് ഓഫ് ഫ്രീഡം ടു മേക്ക് ദെയർ ഓൺ ഡിസിഷൻ ആൻഡ് മാനേജ് ദെയർ വർക്ക്. അവരുടെ വർക്ക് മാനേജ് ചെയ്യാനും അവർക്ക് ഡിസിഷൻസ് എടുക്കാനും ഒക്കെ ടീം മെമ്പേഴ്സിന് കംപ്ലീറ്റ് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് എന്ത് പറഞ്ഞത്, ലേസർ ഫെയർ ലീഡർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ടാസ്ക് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവർ അസൈൻ ചെയ്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും ആ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഫ്രീഡം ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ടീം മെമ്പേഴ്സിന് ഇവിടെ ലീഡർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്രീ ആക്കി വിടുകയാണ് ചെയ്യുന്നത്, കൺട്രോളൊന്നുമില്ല, നിങ്ങൾ ചെയ്തോളി, അത് നിങ്ങൾ തീരുമാനം എടുക്കുക, അതിനനുസരിച്ച് ചെയ്യുക. ഓക്കെ, അതിനവർ അക്കൗണ്ടബിൾ ആയിരിക്കും, അത്രയേ ഉള്ളൂ. സോ അങ്ങനെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ അവരെ പരിഗണിച്ച് എന്നുള്ളതാവും, സ്വന്തമായിട്ട് ആയിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് വരും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് അതിൽ. ഓക്കെ, എനിവേ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദ ലീഡർ ഗീവ് ലിറ്റിൽ ഡിറക്ഷൻ, ലീഡർ ചെറിയ ഡിറക്ഷൻ ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ടീം മെമ്പേഴ്സ് ആർ ട്രസ്റ്റഡ് ടു മേക്ക് ഡിസിഷൻ ആൻഡ് സോൾവ് പ്രോബ്ലം. അല്ലെ, ടീം മെമ്പേഴ്സിൽ അവർക്ക് ആ കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുന്നതിലൂടെ അവരെ വിശ്വസിക്കുകയാണ്, അവർക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും എന്നുള്ളത്. സോ ദ ലീഡർ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് പ്രൊവൈഡ് മിനിമം സൂപ്പർവിഷൻ. അല്ലെ, ലീഡർ എന്നുള്ള ഒരു പദവിയിൽ നിന്ന് തൽക്കാലം ഇങ്ങനെ അവരെ ഒരു ഗൈഡ് ചെയ്തിട്ട് എന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ സൂപ്പർവിഷൻ വളരെ കുറവായിരിക്കും. ദെൻ നെക്സ്റ്റ് അതിൻ്റെ അഡ്വാൻറ്റേജ്, എൻകറേജ് ഇൻഡിപെൻഡൻസ് ആൻഡ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. ഇവിടെ ഇൻഡിപെൻഡൻസ് എൻകറേജ് ചെയ്യുന്നുണ്ട്. കാരണം ടീം മെമ്പേഴ്സിന് അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാം, അതിനനുസരിച്ചിട്ട് അവർക്ക് അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഇവിടെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ദെൻ ക്യാൻ വർക്ക് വെൽ വിത്ത് ഹൈ സ്കിൽഡ് ആൻഡ് മോട്ടിവേറ്റഡ് ടീംസ്. അത്തരത്തിലുള്ള ഒരു ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹൈ സ്കിൽഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്, അവരുടെ കൂടെ വർക്ക് ചെയ്യാം. ദെൻ ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഇവിടെ ക്രിയേറ്റിവിറ്റി ഇന്നോവേഷന് ഫോസ്റ്റർ ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ അതിലുള്ള ഡിസിഷൻ മേക്കിംഗ് പവറും കൂടെ ഈ ടീം മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവരുടെ വർക്ക് അവർ ഏറ്റവും നന്നായിട്ട് ചെയ്യാനും ആ ഡിസിഷൻ ഏറ്റവും നന്നായിട്ട് എടുക്കാനുമാണ് അവർ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും, അവിടെ ക്രിയേറ്റിവിറ്റി ഇന്നോവേഷൻ അവിടെ നർച്ചർ ചെയ്യുന്നുണ്ട്, ഫോസ്റ്റർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ്, ഇത് ഈ ഒരു ലേസർ ഫെയർ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഫ്രീ റെയിൻ ലീഡർഷിപ്പിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഇത് കൺഫ്യൂഷനിലേക്ക് ലീഡ് ചെയ്യും, അതുപോലെ തന്നെ ഡിറക്ഷന് കുറവായിരിക്കും എന്നുള്ളതാണ്. കാരണം
അതിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര കപ്പാസിറ്റി ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മേ ലീഡ് ടു കൺഫ്യൂഷനിലേക്ക് അവർ ലീഡ് ചെയ്യും. ദെൻ സം ടീം മെമ്പേഴ്സ് മേ നീഡ് മോർ ഗൈഡൻസ്. ചില ടീം മെമ്പേഴ്സിന് ഗൈഡൻസ് ആവശ്യമുണ്ടാകും. സോ സൂപ്പർവിഷൻ കുറവാണെങ്കിൽ അവർ ചെയ്യുന്ന ഡിസിഷൻസ് അല്ല അവരെടുക്കുന്ന ഡിസിഷൻ അത് ഫലമായിട്ട് അവർ ചെയ്യുന്ന ആക്ഷൻസ് മേ ലീഡ് ടു ഫെയിലിയർ. ദെൻ ക്യാൻ റിസൾട്ട് ഇൻ ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി കുറവ് അവിടെ ഉണ്ടാകും എന്നുള്ള പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാത്ത മീൻസ് എന്തെങ്കിലും ഫെയിലിയർ വരികയാണെന്നുണ്ടെങ്കിൽ അവരതിനെ അക്കൗണ്ടബിൾ ആവില്ല എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം കംപ്ലീറ്റ് ഡിസിഷൻ മേക്കിംഗ് പവർ അവർക്ക് കൊടുക്കുന്നതിലൂടെ ദാറ്റ് മേ ലീഡ് ടു ഫെയിലിയർ എന്നുള്ളൊരു ചാൻസ് അവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് ലേസർ സ്പെയർ ലീഡർഷിപ്പ്. എന്താ ലേസർ സ്പെയർ ലീഡർഷിപ്പ് അല്ലേ? കംപ്ലീറ്റ് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കാനും അതിൻ്റെ ആക്ഷനും മീൻസ് ആ ഒരു വർക്ക് മാനേജ് ചെയ്യാനും ഒക്കെ കംപ്ലീറ്റ് ഫ്രീഡം ടീം മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലേസർ സ്പെയർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. ഓക്കെ, നമ്മൾ ലീഡർഷിപ്പ് തിയറി ഡിസ്കസ് ചെയ്ത സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഷെയർഡ് വിഷൻ അച്ചീവ് ചെയ്യുന്നതോടുകൂടെ തന്നെ ആ ഒരു ടീം മെമ്പറുടെ പേഴ്സണൽ ഗ്രോത്തിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലീഡർഷിപ്പാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ കേവലം ആ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ടീം മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെ ഷെയർഡ് വിഷൻ അച്ചീവ് ചെയ്യുന്നത് അതിന് കൂടെ തന്നെ ആ ഒരു ടീം മെമ്പറുടെ പേഴ്സണൽ ഗ്രോത്തിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ്. ഓക്കെ, എനിവേ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് ഇസ് അബൌട്ട് ഇൻസ്പയറിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ ടീം ടു അച്ചീവ് എ ഷെയർഡ് വിഷൻ. എന്താണ് ആ ഒരു ഷെയർഡ് വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീം മെമ്പേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. സോ ഒപ്പം തന്നെ ദ ലീഡർ ക്രിയേറ്റ് എ പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ആൻഡ് എൻകറേജ് പേഴ്സണൽ ഗ്രോത്ത്. ആ ഒരു ടീം മെമ്പറുടെ പേഴ്സണൽ ഗ്രോത്തിനും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ പേഴ്സണൽ ഗ്രോത്ത് ഇവിടെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ലീഡർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിനാവശ്യമായിട്ടുള്ള ഗൈഡൻസ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പേഴ്സണൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് അതുപോലെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ലീഡർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടീമിൻ്റെ ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ ആ ടീം മെമ്പറുടെ പേഴ്സണൽ ഗ്രോത്തും കൂടെ ഇവിടെ ലീഡർ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോക്കസ് ഓൺ ഇൻസ്പയറിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് അതേഴ്സ്. ഓക്കെ, ഇവിടെ മറ്റുള്ളവരെ അല്ലെങ്കിൽ ടീം മെമ്പേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇൻസ്പയർ ചെയ്യുന്നത് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദെൻ എൻകറേജ് ക്രിയേറ്റിവിറ്റി ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. ഇവിടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റും ക്രിയേറ്റിവിറ്റിയും എൻകറേജ് ചെയ്യുന്നുണ്ട്. പിന്നെ അച്ചീവ് ലോങ് ടേം ഗോൾ ആൻഡ് വിഷൻ. ആ ഒരു ടീമിൻ്റെ ലോങ് ടേം ആയിട്ടുള്ള ഗോൾ ആ വിഷന് അച്ചീവ് ചെയ്യാനാണ് ഇവിടെ എയിം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇൻക്രീസസ് മോട്ടിവേഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ്. ദെൻ എൻകറേജ് ഇന്നോവേഷൻ ആൻഡ് പോസിറ്റീവ് ചേഞ്ച്. ബിൽഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ് ആൻഡ് ട്രസ്റ്റ് വിത്തിൻ ദ ടീം. ഇവിടെ മോട്ടിവേഷൻ അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റും ഇവിടെ ഇൻക്രീസ് ചെയ്യും. കാരണം ആ ഒരു എംപ്ലോയീൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടീം മെമ്പറുടെ പേഴ്സണൽ ഗ്രോത്തിന് ഇത് കൊടുക്കുന്നതിലൂടെ അവിടെ മോട്ടിവേഷൻ കൂടും, അതുപോലെ തന്നെ അവരെല്ലാത്തിലും കൂടെ ഉൾപ്പെടും, അതാണ് എൻഗേജ്മെൻറ്റ് കൂടും. അതുപോലെ ഇന്നോവേഷനും പോസിറ്റീവ് ചേഞ്ചും കൂടെ ഉണ്ടാകും. കാരണം പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിലൂടെ എല്ലാവർക്കും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകും. സോ ദാറ്റ് മേ ലീഡ് ടു ഇന്നോവേഷൻ. നെക്സ്റ്റ് അല്ല, ഇത്തരത്തിലുള്ള ഒരു പേഴ്സണൽ ഗ്രോത്തിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ ആ ലീഡറും ടീം മെമ്പേഴ്സും തമ്മിൽ അവിടെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകും, സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകും, അവിടെ ട്രസ്റ്റ് ഉണ്ടാകും എന്നർത്ഥം. തന്നെ ഇനി ട്രാൻസ്ഫോർമേഷനിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. നമ്മൾ ഇത് ലോങ് ടേം ഷെയർഡ് വിഷൻ അല്ലെങ്കിൽ ലോങ് ടേം ഗോൾ അച്ചീവ് ചെയ്യാനാണ് പൊതുവെ ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുള്ളത്. സോ ഈ ഒരു എനർജി തുടക്കത്തിലൊക്കെ മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഒരു ലോങ് ടേമായിട്ട് ഈ ഒരു ആവേശം മെയിൻറ്റെയിൻ ചെയ്ത പോലെ മേ ബി ഡിഫിക്കൽട്ട് ആവും എന്നുള്ളതാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, മെനി നെഗ്ലക്ട് ഷോർട്ട് ടേം ഗോൾ ആൻഡ് ഡീറ്റെയിൽസ്. സോ ഇത് ലോങ് ടേം ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ അതിനിടയിൽ വരുന്ന ഷോർട്ട് ടേം ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സുകൾ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഗോൾസുകൾ നെഗ്ലക്റ്റ് ചെയ്യാൻ, ഇഗ്നോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദെൻ റിക്വയർസ് കോൺസ്റ്റൻ്റ് അറ്റൻഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഫ്രം ദി ലീഡർ. ലീഡറെ
ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അറ്റൻഷന് ഇതിനാവശ്യമാണ്. അതുപോലെ തന്നെ ലീഡർക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം, എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ലോങ് ടേം ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള സൂപ്പർവിഷൻ ആവശ്യമാണ് എന്നർത്ഥം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് ഇതൊരു ടൈപ്പ് ഓഫ് ലീഡറാണ്, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ്. ഇവിടെ ആ ലീഡർ ഗുഡ് പെർഫോമൻസിന് റിവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ ബാഡ് പെർഫോമൻസിന് പണിഷ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ലീഡർഷിപ്പിനെയാണ് നമ്മൾ ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഗുഡ് പെർഫോമൻസിന് റിവാർഡ്, ബാഡ് പെർഫോമൻസിന് പണിഷ്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് റിവാർഡ്, അത് കംപ്ലീറ്റ് ചെയ്യാതെ നിൽക്കുമ്പോൾ അതിന് പണിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് ഫോക്കസ് ഓൺ റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ്. ഓക്കെ, ദെൻ ദ ലീഡർ പ്രൊവൈഡ് ക്ലിയർ ഇൻസ്ട്രക്ഷൻ ആൻഡ് എക്സ്പെക്ട് ടീം മെമ്പേഴ്സ് ടു മീറ്റ് സ്പെസിഫിക് ഗോൾ ഇൻ എക്സ്ചേഞ്ച് ഫോർ റിവാർഡ്. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ സ്പെസിഫിക് ഗോൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീം മെമ്പേഴ്സിന് എന്ത് ചെയ്യണം, അവിടെ റിവാർഡ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ അതർ കൈൻഡ്സ് അവിടെ പണിഷ്മെൻറ്റ്, എന്ത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ പണിഷ്മെൻറ്റ് ഉണ്ടാകും എന്നർത്ഥം. നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഗുഡ് പെർഫോമൻസിന് റിവാർഡും ദെൻ ബാഡ് പെർഫോമൻസിന് പണിഷ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ എങ്ങനെയാണ്, എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുക എന്നുള്ളത്, മീൻസ് എന്തൊക്കെ റിവാർഡ് ഉണ്ടാവുക, എന്തൊക്കെ പണിഷ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓവർവ്യൂ അവിടെ ലീഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ലീഡർ ഗിവ് ക്ലിയർ ഗോൾസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. ലീഡറുടെ ക്ലിയർ ഗോൾ, എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ റിവാർഡ്, ദെൻ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പണിഷ്മെൻറ്റ്. ദെൻ റിവാർഡ് ആർ ഗിവൺ ഫോർ മീറ്റിംഗ് ഗോൾസ്. അല്ലെ, ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഗോൾ മീറ്റ് ചെയ്യുമ്പോൾ റിവാർഡ് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ഗോൾ മീറ്റ് ചെയ്യാൻ അവിടെ പണിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ദെൻ ഫോക്കസ് ഓൺ ഷോർട്ട് ടൈം ടാസ്ക് ആൻഡ് പെർഫോമൻസ്. ഈ ഒരു ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് ഷോർട്ട് ടൈം പെർഫോമൻസിനാണ്, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ടാസ്ക് ആണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോർമേഷണൽ ലോങ് ടേം ആണ്, ഇത് ട്രാൻസാക്ഷണൽ വടക്കൻസ് ഷോർട്ട് ടൈം ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് ക്ലിയർ സ്ട്രക്ചർ ആൻഡ് എക്സ്പെക്റ്റേഷൻ. ഓക്കെ, അവിടെ ഒരു ക്ലിയർ സ്ട്രക്ചർ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. മീൻസ് ആ ഒരു ലീഡർ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും എന്നർത്ഥം. എന്താണ് റിവാർഡ്, എന്താണ് പണിഷ്മെൻറ്റ്, എന്തിനാണത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ വർക്ക് വെൽ ഫോർ റൂട്ടീൻ ടാസ്ക്. ഓക്കെ, ഈ ഒരു ലീഡർഷിപ്പ് ഡേ ടു ഡേ വർക്കിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്നർത്ഥം. മീൻസ് ഏറ്റവും സ്യൂട്ടബിൾ ആണ്. ഓക്കെ, ഷോർട്ട് ടേം ഗോൾ, അതുപോലെ തന്നെ ഡേ ടു ഡേ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാനത് ഏറ്റവും സ്യൂട്ടബിൾ ആയ ലീഡർഷിപ്പാണ്. ദെൻ എഫക്റ്റീവ് ഇൻ എൻഷുറിങ് ടാസ്ക് ആർ കംപ്ലീറ്റ് എഫിഷ്യൻ്റ്. അപ്പോൾ ജോലി എഫിഷ്യൻ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത് ഇവിടെ ഉറപ്പുവരുത്താൻ സഹായിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ ലോങ് ടൈം ഗ്രോത്ത് ഇത് എൻകറേജ് ചെയ്യുന്നില്ല എന്നർത്ഥം. കാരണം ഇത് ഷോർട്ട് ടൈം ആയിട്ടുള്ളതാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് പ്രോപ്പറായിട്ട് പണിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഇത് റിജിഡാണ്, നല്ല കൺട്രോളിങ് ആണ് എന്നുള്ളൊരു ഫീല് ടീം മെമ്പേഴ്സിൻ്റെ ഇടയിലുണ്ടാവും. കാരണം പ്രോപ്പറായിട്ടുള്ള സൂപ്പർവിഷൻ ഉണ്ടാവും. കാരണം ഷോർട്ട് ടൈം ഡേ ടു ഡേ വർക്ക് കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് എംപ്ലോയീസിനൊക്കെ മീൻസ് പണിഷ്മെൻറ്റ് കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ റിവാർഡ് കൊടുക്കണമല്ലോ എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി ലീഡർക്ക് ഉണ്ടാകും. പ്രോപ്പറായിട്ട് സൂപ്പർവിഷൻ ഉണ്ടാകും. സോ ലീഡർ ടീം മെമ്പേഴ്സിന് റിജിഡായിട്ട് ഉള്ളൊരു നല്ല സ്ട്രിക്റ്റ് ആണെന്നുള്ളൊരു ഫീൽ ഉണ്ടാകും. ദെൻ മീൽ ടു ലോ മോട്ടിവേഷൻ ബിയോണ്ട് എക്സ്റ്റേണൽ റിവാർഡ്സ്. ഓക്കെ, ഈ റിവാർഡ്സ് ആ ജോലി കംപ്ലീറ്റ് ചെയ്താൽ അത് കിട്ടുമെന്ന് അപ്പുറമായിട്ട് എക്സ്റ്റേണൽ റിവാർഡ്സ് ഉണ്ടാവില്ല. സോ ലീഡ് ടു മോട്ടിവേഷൻ കുറയാൻ ചാൻസ് ഉണ്ടെന്ന് അർത്ഥം. അത് ചെയ്താൽ അത് കിട്ടും. അഞ്ഞിപ്പോൾ നന്നാക്കി ചെയ്ത് വിചാരിച്ചാണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള ഒരു ഫീല്. ഓക്കെ, അത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള രീതിയിലാണ്. ഡെമോക്രാറ്റിക് മീൻസ് പാർട്ടിസിപ്പേഷൻസ് എൻകറേജ് ചെയ്യുക, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ ടീം മെമ്പേഴ്സിനെ ഇൻവോൾവ് ചെയ്യിക്കുക. ദെൻ ഓട്ടോക്രാറ്റിക് ലീഡർ മേക്ക് ഡിസിഷൻ അലോൺ ആണ്, സ്വന്തമായിട്ട് ലീഡർ തീരുമാനം എടുക്കുന്നതാണ്. ഫുൾ കൺട്രോൾ ലീഡർക്കായിരിക്കും ഉണ്ടാവുക, അവിടെ ടീം മെമ്പേഴ്സിനെ പരിഗണിക്കുന്നില്ല. ദെൻ ലേസർ ഫെയർ ആണ്, ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിന് അതുപോലെ തന്നെ വർക്ക് മാനേജ് ചെയ്യാനൊക്കെ ഉള്ള കംപ്ലീറ്റ് ഫ്രീഡം ആർക്ക് കൊടുക്കുന്നുണ്ട്, ടീം മെമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ട്രാൻസ്ഫോർമേഷണൽ, ഇവിടെ ലീഡർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഷെയർഡ് വിഷൻ അല്ലെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പേഴ്സണൽ ഗ്രോത്തിന് അവിടെ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എൻവയോൺമെൻറ്റ്, പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ദെൻ ലാസ്റ്റ് വൺ ട്രാൻസാക്ഷണലാണ്. ഇവിടെ റിവാർഡും പണിഷ്മെൻറ്റുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ടാസ്ക് കംപ്ലീഷന് റിവാർഡും പണിഷ്മെൻറ്റും. അപ്പോൾ ഒന്ന് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം കേട്ടോ. ദെൻ നെക്സ്റ്റ്, ഇതൊക്കെ ഷോർട്ടാണ്, നമ്മൾ പറഞ്ഞല്ലോ ബേസ്ഡ് ഓൺ യുവർ സിലബസ്. ഇത് ജസ്റ്റ് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ ക്ലാസ്സിൽ ഫർദറായിട്ടുള്ള 2-3-4 സ്റ്റൈലുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു പാറ്റേണിസ്റ്റിക്കൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് അവെയർനെസ് ലീഡർഷിപ്പിൽ സെൽഫ് അവെയർനെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വാട്ട് യു മീൻ ബൈ സെൽഫ് അവെയർനെസ്? നമ്മൾ സ്വയം മനസ്സിലാക്കുക, നമ്മളെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മളെ ഇമോഷൻസ് എന്തൊക്കെയാണ്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കുന്നതിനെയാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് യുവർ ഓൺ ഇമോഷൻ, നമ്മളെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, അതുപോലെ നമ്മൾ എന്തെങ്കിലും ആക്ഷൻ അത് മറ്റുള്ളവരെ എങ്ങനെയാണ് ബാധിക്കുന്നത്, ഈ കാര്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കുന്നതിനെയാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പിൽ അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെ മനസ്സിലാക്കുന്നതിലൂടെയാണ് നമുക്ക് ആ ഒരു ടീമിനെ നമുക്ക് എങ്ങനെ ലീഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മളെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, അതുപോലെ തന്നെ നമ്മൾ സംസാരം, നമ്മുടെ പ്രവർത്തനങ്ങൾ അത് മറ്റുള്ളവരെ എങ്ങനെയാണ് ബാധിക്കുക, നമുക്ക് എത്രത്തോളം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കിയാലേ പ്രോപ്പറായിട്ടൊരു ടീമിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഈ ഒരു സെൽഫ് അവെയർനെസ് ലീഡർഷിപ്പിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ലീഡർഷിപ്പിൽ സെൽഫ് അവെയർനെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നമ്മൾ സ്വയം മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തേത് പറയുന്നത്. അല്ലേ, നമ്മളെ സ്ട്രെങ്ത് എന്താണ്, നമ്മളെ വീക്ക്നെസ് എന്താണ്, അതുപോലെ തന്നെ നമ്മളെ വാല്യൂസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നമ്മളെ സ്വയം മനസ്സിലാക്കുന്നതിലൂടെ ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ട്രസ്റ്റ് ആണ്. ഓക്കെ, ലീഡർ ഹു ആർ സെൽഫ് അവെയർ ആൻഡ് ആർ ഹോണസ്റ്റ് ആൻഡ് ഓതൻറ്റിക്. ലീഡർ ഓതൻറ്റിക് ആണ് എന്നുള്ളത്, ഓണസ്റ്റ് ആണ് എന്നുള്ളതൊക്കെ സ്വയം മനസ്സിലാക്കുന്നതിലൂടെ അങ്ങനെ ആ ഒരു രീതിയിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ നല്ല ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊന്ന് ഓണസ്റ്റായിട്ട് നിൽക്കുക, ഓതൻറ്റിക് ആയിട്ടൊക്കെ നിന്നാൽ ആ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ടീം മെമ്പേഴ്സിനെ അതേ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ആ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ദെൻ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരോട് എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും എന്നുള്ളത് അറിയുന്നതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൂട്ടാൻ പറ്റും. അല്ലേ, ആരോടൊക്കെ ഏതൊക്കെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കുക. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൂട്ടിയിട്ട് ആ ബന്ധം, ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഒരു ഓപ്പൺ മൈൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഓരോരുത്തരുടെ ബിഹേവിയർ അനുസരിച്ചിട്ട് നമുക്ക് പെരുമാറാൻ പറ്റും. ചിലവരോട് കൺട്രോളായിട്ട് സംസാരിക്കണം, ചിലത് ഒരു പാർട്ടിസിപ്പേറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ അവരെ കൂടെ നിന്നിട്ട് സംസാരിക്കേണ്ടി വരും. അല്ലെ, ഒരു കോർട്ടസി ഓഡിയൻസിനെ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടീം സ്ട്രെങ്ത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ്, റിലേഷൻഷിപ്പ് സ്ട്രെങ്തനിങ്. ഓക്കെ, സെൽഫ് അവെയർനെസ് ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ യുവർ ആക്ഷൻ ഇമ്പാക്ട് അതേഴ്സ്. നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ അത് മറ്റുള്ളവരെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ അല്ലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ്, ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ റിലേഷൻഷിപ്പ്, ലീഡറും ടീം മെമ്പറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ലീഡർ എമ്പത്തറ്റിക് ആകേണ്ടി വരും, പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്താൽ എന്താവും, അവിടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാം. നെക്സ്റ്റ്, പേഴ്സണൽ ഗ്രോത്ത്. അല്ലേ, സ്വയം മനസ്സിലാക്കുക, സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്ട്രെങ്ത്തിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റും. വീക്ക്നെസ് എന്താ എന്നുള്ളത്, അത് എന്താണെന്നുള്ളത്, എവിടെയാണ് പോരായ്മകൾ, അത് മനസ്സിലാക്കിയിട്ട് അത് ഓവർകം ചെയ്യാനൊക്കെ പറ്റും. ലാസ്റ്റ് വൺ, ഇമോഷണൽ റെഗുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഇമോഷണൽ റെഗുലേഷനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് ചിലപ്പോൾ ഒറ്റയടിക്ക് റെസ്പോണ്ട് ചെയ്യണം എന്നല്ല. അപ്പോൾ നമുക്ക് എത്രത്തോളം ദേഷ്യമുണ്ട്, ഞാൻ വലിയ ദേഷ്യക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ സങ്കടക്കാരനാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ എമ്പതറ്റിക് മൈൻഡുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ മേ ബി ഇതൊക്കെ പല രീതിയിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എമ്പതറ്റിക്കായി നമ്മൾ ചൂഷണം ചെയ്യാൻ അത്തരത്തിലുള്ളൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഇമോഷൻ എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയാൽ, അപ്പോൾ ഇനി ദേഷ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ കാമായിട്ട് ക്വയറ്റായിട്ട് നിൽക്കാനൊക്കെ പറ്റും. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ വഞ്ചിക്കുന്നതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനൊക്കെ പറ്റും എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് സെൽഫ് അവെയർനെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞത്. ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാം, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, ദെൻ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാം, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഇമ്പ്രൂവ് ഇമോഷണൽ റെഗുലേഷൻ. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ബേസ്ഡ് ഓൺ യുവർ സിലബസിൽ വരുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എനിവേ ഇനി സെക്കൻഡ് മൊഡ്യൂൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.